ഹലോ ചെങ്ങന്മാരെ ഗൈസ്, എന്തല്ല, ഞാൻ നമ്മളൊരു ജോലിയുടെ ഭാഗമായിട്ട് പിന്നെ ലൈനിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഇറങ്ങിയപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ മുറബാദ് പോകുന്ന ഭാഗത്ത് താക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ ഇതേ അവിടെ ഒരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് സാധനം കുറച്ച് കൊടുത്ത് വണ്ടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ അവിടെ ഒരു യമനിയാന്ന് തോന്നുന്നു, വിറക് കച്ചവടം. നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടുമ്പോൾ മലൻ്റെ തോറുന്ന കുന്നുമ്പുറത്തൊക്കെ വിറക് കുറച്ചുകൊണ്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിറക് കച്ചവടം കാണുന്നില്ല, യമനിയാണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും നമുക്കൊന്ന് പോയി പരിചയപ്പെട്ട് നോക്കാം. പക്ഷേ അത് ഇവിടെ ഖരീഫ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ വ്യാപകമായിട്ട് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെയാണോ എന്താ അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കൈമ കാര്യങ്ങൾ, ടെൻറ്റുകൾ ഇങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അസ്സലാമു അലൈക്കും. كيف حالك؟ الحمد لله. شو اخبارك؟ الحمد لله. كيف خريف الحين؟ الحمد لله كويس. الطبيعي ذا ايه كم كل الناس اشتريك ونفرات؟ ايه شوي نفر ما في زياده. انت من وين؟ انا كيرلا. കേരള. ശരി, മലയാളിയാ? മാഷാ അല്ലാ, അത് മലയാളിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഇത് അപ്പോൾ ഞാൻ കണക്കൂട്ടിയ മൂപ്പര് യമനിയാന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ ഇവിടെ അപ്പോൾ മൂപ്പര് വിറകും കാര്യങ്ങളൊക്കെ ജയിൽ ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ ഈ വിറകിന് കത്തിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് തോന്നുന്നത്, അതല്ലേ? അതാണ് കത്തിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഇതെന്താ വില? ഇത് 1 റിയാൽ. 1 റിയാൽ പീസ്. ഓക്കെ. വിറക് എങ്ങനെ വില? വിറക് ഒരു കെട്ട് 1.5 റിയാൽ. 1.5 റിയാൽ. നമ്മളെ നാട്ടിലൊക്കെ തൊഴിൽ നമ്മൾ തെങ്ങിൻ്റെ വീട്ടിലൊക്കെ വെറുതെ പൂതൽ പിടിച്ച് പോകുന്ന സാധനം ഇവിടെ 1.5 റിയാലാണ്. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ പൈസ കണക്കൂട്ടണേ ഏകദേശം ഒരു 300-350 അതിൻ്റെ അടുത്താവും അല്ലേ? അപ്പം എന്താ ഖരീഫിൻ്റെ സാധനം തുടങ്ങിയില്ലല്ലോ, എന്ത് സംഭവം? പെർമിഷൻ ആയില്ല. പെർമിഷൻ കൊടുത്തിട്ടില്ല. ശരി. ഇമാസം 20-ാം തീയതി പെർമിഷൻ കൊടുക്കുന്ന പറഞ്ഞാൽ അങ്ങനെയാണ്. ഇവിടെ ഫുള്ള് അതാ ഞങ്ങൾ വരുമ്പോൾ കാണാറുണ്ട്. ഇവിടെ ടെൻറ്റ്, ഇവിടെ ഹോട്ടൽ ഉണ്ടാവാറുണ്ട്, അവിടെ ഉണ്ടാവാറുണ്ട്, ഒന്നും കാണുന്നില്ല. ഈ മാസം 20-ാം തീയതി പെർമിഷൻ കൊടുക്കുക. ഇതുവരെ പെർമിഷൻ കൊടുത്തിട്ടില്ല. ഇപ്രാവശ്യം കച്ചവടം എല്ലാം കുറവാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് ചെയ്യാൻ പാടില്ല. അതേ ചോദിക്കാൻ വന്നത്. ഇതിപ്പോ ശരിക്കും വിദേശികൾക്ക് മമ്നുവാണല്ലോ, ഇവിടെ നിയമവിരുദ്ധമായിട്ടാണല്ലോ കാണുന്നത്. ഇപ്പൊ എങ്ങനെ ചെയ്തു പോണേ? ഈ വിറക് സംഭവം ഒമാനാണ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ചെയ്യാന്ന് കൊടുത്താനുണ്ട്. പറമ്പാപ്പുള്ളതിനെ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം കാര്യങ്ങൾ എന്നെ സുഹൃത്ത് അങ്ങനെ കാര്യങ്ങൾ ഇത് വന്ന് അന്വേഷിക്കുമ്പോൾ വലിയ ആൾക്കാർ അന്വേഷിക്കുമ്പോൾ മൂപ്പറ് വിളിക്കും, മൂപ്പറ് സംസാരിക്കും. മൂപ്പറ് ഏകദേശം ഒരു പ്രായമുള്ള ഒരാളാണ്. ഇവിടെ മുസാദ. അപ്പൊ ഇതിന് ഒരു കെട്ടിന് വരെ 1.5 റിയാലാണ്. നാട്ടിലത്തെ ഒരു 10-500 റുപ്യൻ്റെ അടുത്ത്. അപ്പോൾ നിങ്ങൾ ചുറ്റുപാടൊക്കെ നോക്കി, ഖരീഫിൻ്റെ യാതൊരു ലക്ഷണം കാണാമല്ലോ. ഒരു മനുഷ്യന് എവിടെയില്ല, ഒക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്, ഒരു ഒഴിയാപ്പുറമായിട്ട് കിടക്കുക. സാധാരണ ഇവിടെ ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടാവും, നല്ല ഏരിയ ആളുകളുണ്ടാവും. പിന്നെ അവിടെ ലേഡീസൊക്കെ ഇരിക്കുന്നില്ല, അങ്ങനത്തെ ഒരു 5-6 ആളുണ്ടാവും. അവർ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവർ അവരുടെ വീട്ടിൽ നിന്നുള്ള കുടിൽ വ്യവസായ പരിപാടിയാണെന്ന് തോന്നുന്നുണ്ട്. അവർ വീട്ടിൽ നിന്ന് എന്തൊക്കെ ഭക്ഷണ സാധനം കൊടുത്തിട്ട് ഒമാനി ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ സെയിൽ ചെയ്യുന്നുണ്ട്. പൊതുവെ ഇത് നമുക്കും വിദേശികൾക്ക് ഇത് നിയമവിരുദ്ധമായിട്ടുള്ള പരിപാടിയാണ്. ഇവിടുത്തെ സ്വദേശികൾ ചെയ്യാവുന്ന കാര്യമാണിത്. പക്ഷേ മൂപ്പര സ്പോൺസർ കുറച്ച് വയസ്സുകളായതുകൊണ്ട് മൂപ്പര ഏൽപ്പിച്ച് നിർത്തിയതാണ്. മൂപ്പര ലെവലാണ് ചെയ്തു പോകുന്നുണ്ട്. നമുക്ക് കാര്യമായിട്ട് ഖരീഫിന്റെ സീസൺ, ഈ സീസണാണ് ഇത് മെയിൻ. അതിപ്പോൾ ഈ ശരിക്കും വർഷത്തിൽ ഈ ഒരു 1.5 മാസം 2 മാസം അത്രേ ഉള്ളൂ ഇതിൻ്റെ മെയിൻ സെയിൽ നടക്കുന്നത്, ഈ കച്ചവടം നടക്കുക വ്യാപകമായിട്ട്. ബാക്കിയുള്ളത് കൊണ്ടുപോയി സൂക്ഷിക്കുക ചെയ്യുക അടുത്ത വർഷത്തേക്ക്. പിന്നെ ഇവിടെ ഒരു ഇത്തി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ പിന്നെ ഒരു 10-50 കിലോമീറ്റർ ദൂരം. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇൻഷാ അല്ലാഹ് ഖരീഫിൻ്റെ തിരക്കൊക്കെ വരട്ടെ. അപ്പം എന്നാൽ ശരി, ഓക്കെ, എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ കഴിച്ച് അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ ഇവിടുത്തെ ഒരു അവസ്ഥ. ഖരീഫ് എന്ന് പറഞ്ഞിട്ടൊരു ചുറ്റുപാടിൻ്റെ പദ്ധതി, ഒരു ഖരീഫിൻ്റെ ഒരു ഉത്സവ മേളയൊക്കെ നടക്കേണ്ട സമയമാണ് ഇപ്പോൾ. പക്ഷേ ഇവിടെ നിന്ന് തിരക്ക് കാണാമല്ലോ, ഒന്നാമത്തെ പ്രശ്നം. ഈ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം മാഷാ അല്ലാഹ് വലിയ പെരുന്നാളോട് കൂടിയിട്ട് തന്നെ ഖരീഫ് ആരംഭിച്ചിരുന്നു. ഇവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടെ ശരിക്കും ഒരു ഇത് വരാം, ടെൻറ്റ് വരാണ്ട്, അതുപോലത്തെ ഒരു ടെൻറ്റ് വരാണ്ട് അല്ലേ, അതുപോലെ ഒരു ടെൻറ്റ് ഇവിടെ വരാണ്ട്. ഹോട്ടലിൻ്റെ ഫുഡ് അത് ഇവരാ നടത്തുക, ഈ കടക്കാരാ നടത്തുക. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. വേറെന്താ, പ്രായത്തല്ലേ? അപ്പോൾ എന്നാൽ ശരി, ഇൻഷാ അല്ലാഹ് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ട് അടുത്ത ലെവലിൽ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ വിഷയങ്ങളൊക്കെ ആയിട്ട് പിന്നെ എന്താ പറയുക, ഖരീഫ് ഒന്നുകൂടി മുറുകി വരട്ടെ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ പിന്നെ വേറൊന്നും കൂടി ഉണ്ട്. ഇവിടെ നമ്മളെ ഒമാനികളായിട്ട് ലീഗളുണ്ട്. ഇവർ അസ്സലാമു അലൈക്കും, كيف حالك شيخ بارك صاحب تمام خبر اقول هذا كله سوي من بيت ماشي انت؟ ايوه هذا كله. وبعدين بيجون افراد ايوه اشتروكم ولا كيف؟ ايش؟ كل الناس اشترك؟ ايوه كله. الحين ما في خريف الان الافراد؟ خريف مش قوي. مش قوي يعني. متى يجي قوي يعني؟ بعد تاريخ 15 يعني بعد اسبوعين. ايوه. അപ്പോൾ ഇവർ കണ്ടോ, ഇവരിങ്ങനെ ഓരോ സീഡ്സ് കാര്യങ്ങൾ. ايش اسمه هذا؟
هذا سندويشات. سندويشات. وهذا قيمة. لا قيمات. قيمات. وده قسطس. قسطس. وده كنافة. سويت كنافة. بسبوسة. وهذا ايش؟ بريد ഒമാൻ സലാല. ഒമാൻ സലാല ബ്രെഡ് ഭയങ്കര കട്ടിപ്പോയി സാധനത്തിന് കേട്ടോ. ഇത് എങ്ങനെയാണ് കടിച്ചുറച്ച് തിന്നൊരു ഐഡിയ ഇല്ല. ഇതെന്താ അതെ هذا സ്വീറ്റ് മെല്ല് കുക്കനറ്റ്. ഓക്കെ, നമ്മളെ തേങ്ങമുട്ടായി പോലത്തെ ഒരു സാധനം. ഇങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു വിൽപ്പനയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകളൊക്കെ ഒന്ന് വാങ്ങിപ്പോവും. ഇവർ ചെറിയൊരു ടെൻറ്റൊക്കെ കെട്ടിയിട്ട് ഇളവർ എന്താ ഇത് ഇജാർ هذا ولا بالخاص؟ لا خاص يعني ما شاء الله. ഇത് ഇവരുടെ സ്വന്തമാണ്, അപ്പോൾ ഇവർക്ക് വാടകയൊന്നുമില്ല. അതായത് أصفى فلوس بالبلدية يعني؟ لا هذا بلدية في يعطي. بلدية يعطي يعني أنت ما تأتي معاش ولا بالشهر كذا. അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ല, ഇവർക്ക് ഫ്രീ ആയിട്ട് നടത്താൻ കൊടുക്കാം. അപ്പോൾ നമ്മളെ മറ്റേ പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട്. ചായ ഷായ് ഖഹവ കോഫി കൃഷി തർത്തീബ്. അപ്പോൾ ഇതും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതിൽ കാണുന്ന ആൾക്കാരൊക്കെ വരികയാണെങ്കിലൊക്കെ വന്ന് കണ്ട് ഒക്കെ ആസ്വദിച്ചെല്ലാം വാങ്ങിയിട്ട് ഇൻഷാ അല്ലാഹ് പോയിക്കോളി. അപ്പോൾ പിന്നെന്താണ്, അപ്പം എന്നാൽ ശരി, ഓക്കെ. ഇവിടെ വേറൊരു ഒരു അമ്മയും കൂടി ഉണ്ട്. ആ അമ്മയും കൂടി കാണാം നമ്മൾ. ഇത് കണ്ട്, ഇത് വേറെ ബിസ്ക്കറ്റാണ്. ഒരു ബ്രെഡാണ് സംഭവം. ഭയങ്കര കട്ടിങ് ഉണ്ട്. ഒന്ന് ഏകദേശം 1/2 കിലോ ഉണ്ടാവും. അപ്പം എന്നാൽ സുഹൃത്തുക്കളെ, ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ഖരീഫിൻ്റെ ആരവങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ എടുക്കും. പിന്നെ അപ്പം ഈ സാധനത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് ഐഡിയ ഇല്ല. അതെന്താണ് സംഭവം എന്നുള്ളത്. هذا خسخس. اوكي. هذا الحوت. هذا سموسة. هذا خبز يابس. كاك ما في. هذا كاك. ഓക്കെ ഓക്കെ, ശുക്രാൻ. അപ്പോൾ അങ്ങനെയാണ് സംഗതികളൊക്കെ. പിന്നെ ഒരു 15 ദിവസം കഴിഞ്ഞാൽ ഖരീഫ് എന്ന സാധനം മുറുകി വരും. അപ്പോഴത്തേക്ക് കുറച്ചുകൂടി നല്ലൊരു ആരവങ്ങളും ബഹളങ്ങളും മേളകളൊക്കെ ആയിട്ടുണ്ടാവും. അതിന് ഇൻഷാ അല്ലാഹ് രാത്രി ഇതിന് വേറൊരു ഏരിയ ഉണ്ട്. ഇവിടുത്തെ മൊത്തം സെറ്റിംഗ് വരാണ്ട്. ആ സെറ്റിംഗ് കാണിച്ചു തരുന്നുണ്ട്. ഒരാഴ്ചയോട് കൂടി ചക്കലിൻ്റെ ഡെക്കറേഷനൊക്കെ പൂർത്തിയാവും. ഇപ്പം എല്ലാം ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ എന്നാൽ ശരി, അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നതിൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. നെഗറ്റീവ് ആരും പറയരുത്. പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടുക, എന്തെല്ലാം മാറ്റം വരുത്തുന്നുള്ളതൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി, എല്ലാവർക്കും അടുത്ത വീഡിയോ വരെ നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ വണ്ടി കയറാൻ പോവാം. അവിടെ സാധനം കൊണ്ടോ? അയാളെ കൊണ്ടുവച്ച് അവിടെ വെച്ചിരിക്കുന്ന അതവിടെ വെച്ചിട്ടാ? അതവിടെ വെച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, പിന്നെ വരുമ്പോൾ കാശ് കൊടുത്തോ.